പണമാണല്ല, പണത്തെക്കുറിച്ചാണ് സംസാരം. നമ്മൾ പറയും മണി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്, MONEY, മണി. മറ്റൊരു വാക്ക് കൂടിയുണ്ട്, ഫൈനാൻസ്. ഈ മണിയും ഫൈനാൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? മണിയും ഫൈനാൻസും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരിക്കും അത്. മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പണമാണ്, ക്യാഷ്. പണം നമ്മൾ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന ഒരു മീഡിയം. അതൊരു ഒരു ഒരു വസ്തുവോ അതൊരു മീഡിയം മാത്രമാണ്. നമ്മൾ പണമായിട്ടല്ല വാങ്ങുക, പണം കൊടുത്ത് വസ്തുക്കളാണ് വാങ്ങുക, അതുപോലെ സർവീസാണ് വാങ്ങുക. പണവും വസ്തുക്കളും സേവനങ്ങളും വാങ്ങുവാൻ കൊടുക്കുന്ന ഒരു മീഡിയമാണ് പണം, ക്യാഷ്. ഫൈനാൻസ് എന്താണ്? ഫൈനാൻസ് മലയാളത്തിൽ സാമ്പത്തികം എന്നൊക്കെ പറയാവുന്നതാണ്. ഫൈനാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പണം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു തോട്ടാണ്, ഒരു അനാലിസിസാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പണം കൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെങ്കിൽ ആ പണം കൊണ്ട് എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, എന്തിനു വേണ്ടി വാങ്ങണം എന്നൊക്കെയുള്ള ചിന്തകൾ, ആ പ്ലാനിങ്സ്, അത് ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്, ബെനഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ഭാവി, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ ചിന്തിച്ചുറപ്പിക്കാൻ കഴിയുന്ന, അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മളെന്താ പറയുക, അനലൈസ് ചെയ്യുന്ന, അന്വേഷിക്കുന്ന ഒരു സംവിധാനത്തെ, അങ്ങനത്തെ ഒരു ചിന്താധാരയെയാണ് സാമ്പത്തികമെന്ന് പറയുക. പണം എങ്ങനെ വിനിയോഗിക്കണം, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എപ്പോൾ, എവിടെ വെച്ച് എന്നൊക്കെ ചിന്തിക്കുന്ന, അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിക്കുന്ന ചിന്താധാരയാണ് സാമ്പത്തികമെന്ന് പറയുക, ഫൈനാൻസ് എന്ന് പറയുക, ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ ആ ആക്ച്വൽ കാര്യം നടക്കണമെങ്കിൽ ക്യാഷ് അഥവാ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടാവണം. അപ്പോൾ ഫൈനാൻസ് എന്നത് മണി ഒരു മീഡിയമാണ്. ഫൈനാൻസ് ആ മീഡിയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചിന്തയാണ്. ഈ വ്യത്യാസം ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്, പലപ്പോഴും പെട്ടെന്ന് ആൻസർ പറയാൻ കഴിയാത്ത വാക്കുകൾ നമ്മളുടെ മുന്നിൽ വരും, വ്യത്യാസങ്ങൾ, അർത്ഥവ്യത്യാസങ്ങൾ. ഈ അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ധാരാളം ഇതുപോലുള്ള വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോളേജിൽ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് ഈ ഭാഷ ഉപയോഗിക്കാൻ കഴിയും. ഇതറിയണമെങ്കിൽ നമ്മുടെ ഭാഷ ശുദ്ധമാകും. ഇതുപോലുള്ള വാക്കുകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.